വയറ്റുന്ന മാറ്റി നമുക്ക് പാവയ്ക്കയും കുക്കുമ്പറും ഞാൻ കൊടുക്കും. അയ്യോ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? ജന്മധാരം ദ്രോഹിച്ചിട്ടില്ല, എന്നെ ദ്രോഹിച്ചവരേ ഉള്ളൂ. ബുൾസൈ ആർച്ചറിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ശ്രീയ്ക്ക് നല്ലൊരു പണി കൊടുക്കാൻ പോവുകയാണ്. വേറെ 10 ഉണ്ട്, 9 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്. 10-നുള്ളില് കൊള്ളിച്ചു കഴിഞ്ഞാൽ എന്റെ ധർമ്മം തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും വിളിക്കാൻ കൊള്ളിക്കുമ്പോ വൈകി കഴിക്കുന്നതാണോ പറയുന്നത്? അല്ല, സ്ത്രീ കഴിച്ച് നമ്മളെ മാതൃകയാവും അല്ലേ? ഈ വരാൻ കഴിക്കുന്ന ആർട്ടിസ്റ്റിനെ സ്ത്രീ കഴിച്ച് മാതൃകയാവാൻ പോകണേ. ഓക്കെ പോട്ടെ, ഒന്ന് കൈ വെച്ചോട്ടോ. അതെ, 7-നും 8-നും ഇടയ്ക്ക്. സന്തോഷമായി. കത്തിക്കുന്ന സാധനം തരരുത് പ്ലീസ്. ഇല്ല, ഒന്നും കത്തിക്കാൻ പോകുന്നത്. വിശക്കുന്ന സമയത്ത് അച്ഛനോട് വയറ് ഗ്യാസ്. ഒരു ബിരിയാണി അവിടെ കഴിച്ചെന്ന് സങ്കല്പിക്കുക. നമ്മള് ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. ഇപ്പൊ എന്താ വിചാരിക്കുന്നത്? ഇങ്ങനെ വെച്ചിട്ട് വന്നിട്ട് അങ്ങനെയല്ല, കൈ നീട്ട് നായ്മില്ലേ നായ്മില്ലേ വേറെ കാണിപ്പിച്ചത് വെറുതെ. ഇത് ഒറ്റയടിക്ക് കഴിക്കുക, ഒറ്റയടിക്ക് ചവച്ചരച്ച് കഴിക്കാം. പോട്ടെ, നാരങ്ങ അച്ചാർ എടുക്കട്ടെ? കുഴപ്പമില്ല, അച്ചാറിന് കഴിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാതെ ഇരുന്നാൽ മതി. ഇല്ല സോറി. അല്ല, വലിയ ചിരിയും കളിയൊന്നും വേണ്ട. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഈ കറക്റ്റ് 9 നിൽക്കൂല. അല്ല, 9-ന്റെ അവിടുന്ന് കുറച്ച് ഇച്ചി അങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ. 10-ലാണ് ടാസ്ക് വീണിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നല്ല പണിയായിരുന്നു കണ്ട. എന്റെ വക എന്തായാലും അത് എന്റെ വക എടുത്തെടുത്തോ. എന്തായാലും അങ്ങോട്ടൊരു പണി കൊടുക്കുന്നതായിരിക്കും. അതിന് വേണ്ടി കാത്തിരിക്കണം. ഓക്കെ, അതല്ലേ സാർ. പക്ഷെ എന്റെ മനസാക്ഷി the most simplest calorie ആണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഹെൽത്തിയസ്റ്റ് വെജിറ്റബിൾ. നമ്മളിപ്പോ ഡയറ്റ് എടുക്കുന്നവർക്കാണെങ്കിലും വെയിറ്റ് ലോസ് എയിം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വിശക്കും പറയും. സോ നമുക്ക് അൺലിമിറ്റഡ് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ് ലോ കാലറി ഉള്ള cucumber. അടുത്ത സാധനം തരുമ്പോഴും ഇതുപോലെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. വെറും കയ്യിൽ അച്ഛൻ കഴിക്കാൻ വെള്ളം വിട്ട് ചതിച്ചു. ഈ ചതിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ മൂന്ന് കഴിച്ചോ കഴിച്ചോ. ഇങ്ങോട്ട് മണ്ണ് പറയട്ടെ, തിരിച്ചു പറയട്ടെ. എന്നെ ട്രോളിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. എപ്പിസോഡാണ്. പക്ഷെ കുറെ എനിക്ക് ഇഷ്ടമുള്ള ഐറ്റങ്ങളും എനിക്ക് പറ്റാത്ത ഐറ്റങ്ങളും ഒക്കെ ഉണ്ട്. മലപ്പൂറും കരുതി കൂട്ടി വാങ്ങിച്ച സാധനങ്ങളാണ്. നിങ്ങൾ അതൊക്കെ തിരിച്ചിട്ട് കൊണ്ട് വിടും. തിന്നാതിരിക്കാൻ നമ്മൾ ആരും അടിച്ചു പറയുന്നില്ല, അവിടെ തന്നെ കൊണ്ടിരിക്കുന്നു പറയുന്നില്ല. വന്നിരുന്നില്ലേ എന്നെ കൊണ്ട് എന്ത് തിരിച്ചെന്ന് പറഞ്ഞ് കേട്ടില്ല. അതായത് ഇന്ന് മിക്കവാറും എന്നെ കൊണ്ട് എന്തായാലും എനിക്ക് പണി കിട്ടുന്ന ഉറപ്പല്ലേ? അല്ലേ? തിരിഞ്ഞോട്ടാ. Oh my God, please. ഇത് നോക്കിക്കേ, ഇപ്പൊ ജിമ്മിൽ വന്ന ഇമാതിരി എല്ലാം സെറ്റ് ആയിട്ട് പറയുന്നതല്ല. മുന്നേ കയറി കേക്ക്, എനിക്ക് പാവയ്ക്ക വേണ്ട, എനിക്ക് മുളക് വേണ്ട, കേക്ക് കിട്ടിയാൽ മതി. നോക്കിക്കേ, ഇതെനിക്ക് തരില്ലേ? ഇല്ല, ഒരിക്കലും തരില്ല. Because I don't want people to be in a bad habit, you know. പക്ഷെ എനിക്ക് ഇതിന് താല്പര്യം. ഇതിന് താല്പര്യം കാണുന്നുള്ളത്. അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഇതിന് താല്പര്യം. അതുകൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് ആക്ച്വലി സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചീത്തയൊക്കെ ഇത് എക്സ്പ്ലോർ ചെയ്യും. ബട്ട് ഞാനൊരു പെർട്ടിക്കുലർ ഡേ വെക്കും, അന്ന് മാത്രമേ കഴിക്കുള്ളൂ. ആ മീലിൽ മാത്രം. പക്ഷേ സോറി, നമുക്ക് ഇന്ന് ആരെയൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. സോ മുഴുവൻ കഴിച്ചേ പറ്റുള്ളൂ. ഞാൻ ചുമ്മാ മൊത്തം കഴിച്ചോ. വേണോ? വേണ്ടാത്തല്ല കഴിച്ചത്. കാലറീസ് ആണ് നമ്മൾ ആക്ച്വലി ഒരു മീലിനെ റീപ്ലേസ് ചെയ്യുന്ന അത്രയും കാലറീസ് ഉണ്ട്. ഇത് കഴിക്കുമ്പോഴേക്കാണ് നമ്മൾ വൃത്തിയായിട്ട് ലുക്കായി വാങ്ങുന്നത്. പക്ഷേ ഞാൻ അതോടെ വർക്കൗട്ട് ചെയ്ത് ഞാൻ കുഴക്കുന്നത്. കഴിച്ചോ? അങ്ങനെയാണല്ലേ പറഞ്ഞാണല്ലോ. അപ്പൊ ഇനി എന്ത് വർക്കൗട്ട് ചെയ്ത് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓബ്വിയസ്ലി ബാഡ് ആണ്. മധുരം കഴിച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തല കറങ്ങും. അത് നമുക്ക് ഇൻസുലിൻ സ്പൈക്ക് ആവും. അത് സെയിം ടൈം ഇൻസുലിൻ ഡൗൺ ആവും. ദാറ്റ് ഇസ് നോട്ട് ഹെൽത്തി. ആയിക്കോട്ടെ.
വീണ്ടും ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇവര് പർപ്പസ്ഫുള്ളി ഞാൻ പോകുമ്പോ ഇവിടെ എഴുതിയൊക്കെ ഇങ്ങോട്ടേക്ക് എനിക്ക് തോന്നി ഞാൻ ഇന്നത്തെ ദിവസത്തിന്റെ ഭക്ഷണം മൊത്തം ഞാൻ ഇവിടെ തിന്നു തീർക്കുന്നു. ബിക്കോസ് ഒരാൾക്ക് 2000 കാലറി കഴിക്കോട്ടെ, ഇത് തന്നെ ഞാനിപ്പോ കഴിച്ചില്ല. ഇത് എനിക്ക് എന്റെ പണിയാണ്. ഞാൻ മാർക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും ഇതിന് വേണ്ടിട്ട്. ഇത് ആപ്പിളാണോ? ഇത് കാണിച്ചേക്കാം കേട്ടോ. കുട്ടി നേരത്തെ കുറച്ച് പച്ചവെള്ളം ചോദിച്ചായിരുന്നു. ആപ്പിൾ കഴിക്കൂല. പൊന്നോ ഒടുക്കത്താ പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണോ? കണ്ണടച്ചവരോട് വിളിച്ചു. എന്റെ ലൈഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ആൽക്കഹോൾ ആണോ? കണ്ണടച്ച് വിളിച്ച കുഴപ്പമൊന്നുമില്ല. ചുമ്മാ ഒറ്റ വലിക്ക് കയറ്റണം, കുറച്ച് ശവയുണ്ടാവും, പക്ഷെ വയറിന് നല്ലതാ. രണ്ടടി മേടിക്കുന്നതല്ലോ. എന്റെ ശബരിമല മുര. ആ കുഴപ്പമില്ല. എന്റെ വയറിളക്കാനുള്ള ഒത്തിരി ഉപ്പോണം കുടിച്ചത് ടയറിയാവും. ഞാൻ പറയാം ഒറ്റയടി കണ്ണടച്ച് വെച്ചാൽ കുടിച്ചോ, പിന്നെ കുഴപ്പമില്ല. ഒറ്റ അരിയോട് കുടിച്ചോ. ഓക്കെ ഞാൻ പറയട്ടെ, മറ്റേ 300 കിലോ വെയിറ്റ് എടുക്കുന്ന നേരത്തെ കാര്യം പറയല്ലേ, അങ്ങനെ വെയിറ്റ് എടുക്കുന്ന വെച്ചാൽ വെച്ച് കുടിച്ചോ. നമുക്കടുത്ത് പണിയാക്കിട്ട് എനിക്ക് ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഇനി ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതുപോലത്തെ പണികൾ കിട്ടും. ഓക്കെ കുട്ടീനെ എവിടെ കിട്ടിയത്? ഇതില് വയറ് വീഴണം, വയറ് തീർന്നു കേട്ടോ. ഈ തീർന്നണം ഇങ്ങനെ പേടിക്കലടാ. അതായില്ല. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. അങ്ങനെ സോൾട്ടും ഷുഗറും കട്ട് ചെയ്യണമെന്നാണ് കുറയ്ക്കണമെന്നാണ്. ഷുഗറും കംപ്ലീറ്റ് കട്ട് ചെയ്യണം, സോൾട്ട് കുറയ്ക്കണം. എന്നോട് പറഞ്ഞായിരുന്നു ഇത്ര വലിയ പണിയൊന്നും കൊടുക്കരുത്. പിന്നെ എനിക്ക് കുറച്ച് പണിയൊക്കെ ഇത് കഴിയുമ്പോൾ തരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വിടാൻ പോയിട്ട് പണിയെടുക്കാന്ന് പറയുന്നത് കുറച്ച് ഞാൻ ആ കാര്യത്തിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചെയ്യാനാണ്. സോ പച്ചമുളക് പുളിക്ക് സമയത്തിൽ പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കില്ല. അല്ല ഇപ്പൊ കുടിക്കില്ല, എല്ലാരും പോയി കുഴപ്പമില്ല. കണ്ടോ വിശക്കുന്നതാ വെറുമായിട്ടും കഴിച്ച് മഴ കത്തും. അയ്യോ ബിരിയാണിയോട് ഓർഡർ ചെയ്യാറുണ്ടല്ലേ പോലെ കഴിച്ച വേണ്ട വേണ്ട അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമുക്കിവിടെ പുറകില് പഞ്ഞൊന്നുമില്ല. ആ മുളക് ഞാന് വലിയ മുളക് തന്നെ ആ വലിയ മുളക് പകുതിയിൽ കഴിച്ചിട്ട് പാവെന്ന് വെച്ചാൽ ഞാൻ തന്നെ വാങ്ങിയത്. അപ്പൊ അതിന് വലിച്ചെടുത്ത് അതിന് പകുതിയായിട്ട് കണക്കായിരുന്നു. അത് വലിച്ചെറിഞ്ഞിരിക്കുക. വെള്ളം തന്നെ കുറച്ച് ചൂടുവെള്ളം ഉപ്പുവെള്ളം വേണ്ട, ചൂടുള്ള വെള്ളം. ചൂടുള്ള വെള്ളം നമ്മൾ ചൂടുവെള്ളം വെക്കണം. എല്ലാ ദിവസവും കഴിക്കട്ടെ, മിക്ക ദിവസവും കമ്പനി കൊണ്ട് കൊടുക്കട്ടെ. ഇപ്പൊ ഒരു എന്റെ അതെ എന്റെ മാത്രം കേക്ക് പറഞ്ഞില്ലേ. ഇതെനിക്ക് എരിവ് കാരണം
കിണറുന്നോ അല്ലെ എരിയുന്നോ. അപ്പൊ എരിയുന്നോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, ബാക്കിയെല്ലാം കുഴപ്പമില്ല. പച്ചമുളക് അതുകൊണ്ടാണ് ഇത്രയും നേരം സെന്ററിൽ കൊണ്ടത് അല്ലേ. തിരിഞ്ഞു നമുക്ക് പച്ച സാധനം കഴിക്കണ്ടേ? ഓക്കെ സന്തോഷോടെ വാങ്ങിയത് എനിക്കറിയാം. ഫൈൻ ബിക്കോസ് ഞാൻ ജ്യൂസ് കുടിക്കാറുണ്ട്. അതെ, കോമ്പറ്റീഷന്റെ ഹെവി ഡയറ്റിന് ജസ്റ്റ് മുമ്പ് ഞാൻ ഹെവി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറെ കാർബ്സ് ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കഴിക്കും. ഇത് നമുക്ക് ഇൻസുലിൻ കുറയ്ക്കും ബോഡിയിൽ നിന്ന്. ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ അതെ, ശ്രീയുടെ ടാസ്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂസ് ഒക്കെ നല്ല രീതിക്ക് പറയുന്നുണ്ട്. ജ്യൂസ് ഒക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് കുടിച്ചേരാം. ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് ഈ കൊടുത്തതില്ലേ പച്ചമുളക് കൊടുത്തതിൽ മാത്രം ഉപ്പും അല്ലെ ഉപ്പ് വെള്ളം കൊടുത്തതിൽ മാത്രമേ നമുക്ക് ഇതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അതെ, മുളകും ഉപ്പോഴും ഇല്ലേ കൊണ്ടുവന്നത്. അതിനേക്കാളും വലിയ സാധനങ്ങൾ നമ്മൾ എന്തായാലും നമുക്ക് പിടിച്ചുകൊണ്ടിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാധനം കൊണ്ടുവരണമായിരുന്നെങ്കിൽ ഇപ്പൊ കാണാൻ കിടക്കുന്നത്. വേണ്ട സെന്ററിൽ പൊള്ളിച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന സാധനം കുറച്ച് കഴിച്ചാൽ മതി. ആനന്ദത്തോടെ കഴിക്കുന്നത് എനിക്കറിയാം. പിടിച്ചോ, ഹാപ്പി. പഴം കൊടുക്കുന്നതിൽ ഇച്ചിരി എന്താ പറയാ കോൺഫിഡന്റ് ആയിട്ടുള്ളത്. സിമ്പിൾ. ഇതൊക്കെ എന്ത് അല്ലേ? പോട്ടെ, 10 മാത്രം കിട്ടിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കിട്ടൂല കഴിയാൻ. ഈ പറഞ്ഞത് ഞാനിപ്പോ എന്ത് കൊടുക്കുന്നായി. മുളക് തിന്നതിന്റെ ഒറ്റ കാര്യം കൊണ്ടിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇതില് തോരൻ ഉണ്ടാകണം കേട്ടോ, അതിന്റെ ടേസ്റ്റ്. അതെ അതെ, ഇത് പൊളിക്കോ? ഞാൻ പച്ചയും കഴിച്ചിട്ടില്ല. ഇഷ്ടമുള്ള സാധനല്ലേ കഴിച്ചോട്ടെ. അതെ, കഴിച്ചോ, അത് ഫുൾ കഴിച്ചോ. അതിനെ നോക്കിയിരിപ്പുണ്ട്. ഇങ്ങനെ കഴിക്കാൻ സമ്മതിക്കരുത്. ഒറ്റയടിക്ക് വാലിട്ട് കഴിക്കേണ്ടതാണ്. കഴിച്ചു വെച്ച സമയം പോട്ടെ. 10 ഇങ്ങനെ വരാത്തതോ? എന്തുകൊണ്ട് 10 വരാത്തത്? ഒന്ന് മേടിച്ച് 8ന്റെ 9ന്റെ ഇടയ്ക്ക്. ഇതൊരുമാതിരി ഇവിടുന്ന് അമ്പ് വില്ല് വിടുന്നതിനനുസരിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് പിടിച്ചു വെക്കുന്ന കൊണ്ടാണ് എനിക്ക് പണി തരാൻ നിൽക്കുന്നത്. അതിന് ഞാൻ ഇങ്ങനെ കാണിച്ചത് വാങ്ങിയിട്ടില്ല. ഇത് എരിയും. എരിയണമല്ലോ, എരിയാൻ വേണ്ടിട്ട്. ഇത് എരിയും കേട്ടോ. എപ്പോഴും അറിയേണ്ടത് എരി. ഇതാ കഴിച്ചു. ഇത് പൊരിച്ചേക്കാൻ പൊരിക്കാൻ പറ്റിയില്ല. ഞാൻ അടുത്ത തവണ എനിക്ക് പൊരിച്ചു നോക്കും. ഏതാ നിന്റെ രാജ്യം? വേണ്ട, അവിടെ ഒന്ന് വരെ എന്നെ കാണാൻ വന്ന് എനിക്ക് കടയിൽ നയിച്ചമാണ്. ഓക്കെ, അല്ല ഇവിടെ വേണ്ടി ഇവിടുത്തെ വീട്ടിലെ അഡ്രസ് പറയണ്ട. ഇവിടുത്തെ വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് പറയാൻ അങ്ങനെ പറ്റില്ല. ഇത് ഫോളാണ്. ഒറ്റയടിക്ക് ചാവച്ചരച്ച് കഴിക്കുക. അതാണ്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിക്കാൻ പറ്റില്ല. കിട്ടോ നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ എന്റെ കാര്യത്തിലൊന്നും തീരുമാനമാവുന്ന തോന്നുന്നത്. ഞാൻ എന്റെ ജന്മധാരം ദ്രോഹിച്ചിട്ടില്ല. എന്നെ ദ്രോഹിച്ചവരേ ഉള്ളൂ. രസകരമായ ടാസ്ക്. രസകരമായ ടാസ്ക് വാങ്ങിച്ചു വിട്ടത് കുട്ടി. എന്നെ കാണില്ല വല്ല മതയും പരിചയിച്ചിട്ടുണ്ടാവും. അപ്പം ഇത് ഈ ഗെയിം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ലോകം തുറന്ന് നേരെ വണ്ടിയിൽ പോയിരിക്കാം. നിങ്ങൾ പാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് തന്നാൽ മതി. ഇല്ലെങ്കിൽ എന്റെ പൊടി പോലും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എക്സ്പ്രഷൻ കാണിച്ചിട്ടുണ്ട്. കുട്ടി പണി വാങ്ങരുത്. ഇല്ലെങ്കിൽ എനിക്ക് പണി തന്ന ശേഷം കൊടുത്ത്. നല്ല കുട്ടിയാണോ? അതെ, നല്ല കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. ഇത് എന്റെ രാജിക്കത്ത്. ഈ തൽക്കാരാണ് നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. ഞാനൊരു കാര്യം പറയട്ടെ. എടുക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ. എടുക്കുന്നതിന് ഒരു കാര്യം പറയാൻ ചാൻസാ കഴിഞ്ഞിട്ടില്ല. 1-2 കൂടെ ഉണ്ട്. അപ്പോഴത്തേനും പാവയ്ക്കയും കുക്കുമ്പോ ഞാൻ കൊടുക്കും. അയ്യോ, ഉപ്പുവെള്ളം എടുത്തോ. ഇത് സ്വന്തം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഇത് ചെറിയൊരു ഐറ്റം പോർഷൻ ഓഫ്. അല്ല ടാസ്ക് എനിക്ക് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും കുടിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ണടച്ചൻ കുടിച്ചേക്കും. അയ്യോ, Ready? 1, 2, 3. ഇതെന്നോട് പറഞ്ഞ ടാസ്ക് കൂടും.
ഇതിപ്പോ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ. 1, 2, 3 കുടിച്ചോ. ഒറ്റയടി. നല്ല ടേസ്റ്റ് അല്ലേ? ഇതിപ്പോ എനിക്ക് തന്നെ മിക്സ് ചെയ്ത് അടുത്ത ഷോട്ട്. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. ഇതൊന്നല്ല എനിക്ക് മാത്രം ഞാൻ ടാസ്ക് മാത്രം നോക്കി ഒരു ഉപ്പും വെച്ചപ്പോ നോക്കി കേക്ക് ഒക്കെ ടാസ്ക് എനിക്കല്ല, ശ്രീക്കാണ് ടാസ്ക്. കഴിച്ചോ? അവിടെ സൈഡും കഴിച്ചോ? കണ്ടോ? ഇത്രയേ ഉള്ളൂ മനസ്സില്. കണ്ടോ? നമ്മൾ പാവം. അതിന് ബാക്കി തന്നോ കുറച്ച്? എനിക്ക് ഞാൻ പാവല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് എടുക്കും പ്ലീസ്. ഓക്കെ, രണ്ടെണ്ണോ? എനിക്ക് ഉപ്പുള്ള രണ്ടെണ്ണം തന്നെ പറ്റും. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ ഹോൾ ഡേ മെസ് ആവും. എനിക്കറിയത്തില്ല. ഇത് എനിക്ക് വേണ്ടിട്ട് മധുരം കഴിക്കില്ല എന്ന് കത്തുന്നില്ലേ? ഉപ്പുള്ളത് കാണുന്ന പോലെ അല്ല. ഇനി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞേക്കാം അല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഡയറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇമ്മാതിരി സാധനങ്ങൾ കൊടുക്കുന്നത് നല്ല എനിക്ക് നാളെ എന്റെ ബോഡിയിലേക്ക് കാണുന്ന ഞാൻ കഴിച്ചോളാം. എന്റെ ഇത്രയും പ്രീ വർക്കൗട്ട് പോലെ എനിക്ക് എന്നെ തിരിച്ചിട്ടുണ്ട്. എനിക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അത്രയും എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പഴം കൊടുത്ത് ഉപയോഗിച്ച് അച്ചാറ് കൊടുത്ത് ഞാൻ ഉണ്ണിയപ്പം കൊടുത്ത് പഴം കൊടുത്ത് പിന്നെ എന്തായിരുന്നു ഇഷ്ടപ്പെട്ട പാവയ്ക്ക കൊടുത്തു, കുക്കുമ്പർ കൊടുത്തു, പിന്നെ അതൊക്കെ തന്നു. എന്നിട്ട് മധുരമുള്ള ഉണ്ണിയപ്പം കൊടുത്തതാണ് ഞാൻ ചെയ്ത ക്രൂരത. നീനൊക്കെ തന്നെ പിടിക്കാൻ തോന്നുന്നുണ്ടോ? നമുക്ക് തിരിച്ചു വെക്കും. എന്താ അത് തിരിച്ചു പിടിക്കും സാർ. ആ കൈ പിടിക്കുന്നിടത്ത് തന്നെ എന്റെ അമ്മയെ നാട്ടിച്ച് ഇവിടെ ഇങ്ങനെ കൊള്ളാം കേട്ടോ. നല്ലതാണെന്നല്ലോ. പണി മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വേണ്ട വേണ്ട എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഞാൻ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഒരു പാലാവുമ്പോ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയട്ടെ. എനിക്കിത് അധികം എരി കഴിക്കാൻ പറ്റില്ല. സത്യം ചോദിച്ചു. അയ്യോ എനിക്ക് സമയമായിരിക്കാണ്. സോ ഈ കുട്ടി എനിക്ക് പണിയാവുന്നത് കാരണം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഞാൻ എസ്കേപ്പ് ആവാണ്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ പ്രോഗ്രാമിന് എന്തെങ്കിലും പ്രോഗ്രാമിന് ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞു ഇത്ര കഴിച്ചാൽ പോലെ ഞാൻ പകുതി കഴിച്ചാൽ മതി. ഇവിടെ ഈ സൈഡിൽ ഈ സൈഡ് മതി. അല്ല ആ സൈഡും കഴിച്ചാൽ മതി. ഈ സൈഡ് മതി. കഴിച്ചു ഓക്കെ. എന്നല്ലേ ഇങ്ങനെയാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. ഇത് മൂലയായിരിക്കും കേട്ടോ. ഒരു പച്ചമുളക് ടാസ്ക് കൊടുത്തത് ഇനി കൊടുക്കോ ഉപ്പ് പക്ഷെ ഉപ്പ് ഇത് അപ്പൊ ഇനി ഈ ടാസ്ക് അപ്പൊ ഇമാതിരി പണി ഇനി ഞാൻ എന്നോടല്ല പറഞ്ഞത്, ഞാൻ ക്യാമറാമാനോട് പറയാണ് ഇമാതിരി പണി നല്ലത് കിട്ടുന്നുണ്ട്. എന്റെ കണക്ക് സന്തോഷായത്. അപ്പം
ഗെയിം ഷോ വാച്ച് ചെയ്ത എല്ലാവർക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ആൻഡ് നിങ്ങളും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അടുത്ത സമയം രണ്ട് പച്ചമുളക് വീണ്ടും ഈ കുട്ടിക്ക് തന്നെ പാക്ക് ചെയ്ത് ഇല്ല. കൊടുക്കും. Okay? ഇല്ല. അപ്പൊ നെക്സ്റ്റ് നമുക്കൊരു സെലിബ്രിറ്റി ആയിട്ട് ശത്രുക്കൾക്ക് പോലെയുള്ള പണിയെടുക്കുന്നത് നല്ല എരിവുണ്ട്. ഇപ്പൊ കടന്നു വിചാരിക്കും ഒരു മോൾ അടിക്കുന്ന ബുദ്ധിമുട്ട്. സോ ബൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.